ഹലോ എവരിവൺ, നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന ആളുകളാണ്. ദിവസവും ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ പെട്രോളിന്റെ വില അല്പം കൂടുതലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട് പെട്രോളിന് വില കൂടി. പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കി അതൊക്കെ കുറച്ചൊരു അയവുണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ പെട്രോളിന് അല്പം വില കൂടുതലാണ്. കേരളത്തിലെ ഗവൺമെന്റ് ടാക്സ് ഇനത്തിൽ ഒരു അധിക വരുമാനം പ്രതീക്ഷ ചെയ്തതാണെങ്കിലും സത്യത്തിൽ ഗവൺമെന്റിന് നഷ്ടമാണ്. ഞാനടക്കമുള്ള ആളുകൾ ട്രാവൽ ചെയ്യുമ്പോൾ മംഗലാപുരത്ത് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടുന്ന് പെട്രോൾ അടിക്കുകയാണ്. അവിടുന്ന് ഫുൾ ടാങ്ക് ആണ് പെട്രോൾ അടിക്കുന്നത്. ഇവിടുന്ന് ചിലപ്പോൾ കുറച്ചടിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് ഫുൾ ടാങ്ക്. അതേപോലെ മാഹിയിലേക്ക് പോകുന്ന ആളുകൾ, കോഴിക്കോട് ഭാഗത്ത് പോകുന്ന ആൾ അവിടുന്ന് അടിക്കുകയാണ്. അതേപോലെ മറ്റു സംസ്ഥാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ജില്ലകൾ അവരും സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. ഈ ഇനത്തിൽ കേരളത്തിൽ വരുമാനം സത്യത്തിൽ നഷ്ടമാണ് വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക, കേരളത്തിലേക്ക് വരുന്ന നാഷണൽ പെർമിറ്റ് വണ്ടി, ഏതെങ്കിലും ഒരു വണ്ടി കേരളത്തിൽ നിന്ന് പെട്രോൾ അടിക്കുന്നതായി കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല, സത്യത്തിൽ ഇല്ല. അവർ ഈ ഇതുവഴി പാസ് ചെയ്യാണ്, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പെട്രോൾ അടിച്ച് ഇതുവഴി പാസ് ചെയ്ത് മാത്രമാണ് പോകുന്നത്. ഇത്തരത്തിൽ കേരളത്തില് വരുമാനത്തിൽ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലാതെ ഇത്തരത്തിൽ വില കൂട്ടുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും അതുപോലെ തന്നെ ഗവൺമെന്റിന് പ്രത്യേകിച്ച് ഒരു ലാഭം ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഗവൺമെന്റ് പോളിസി മാറ്റേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ കർണാടകയിൽ മാംഗ്ലൂരിന് പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഏകദേശം 7.80, 7 രൂപ 8 രൂപയോളം അവർക്ക് ലാഭമാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്റർ പെട്രോളിന് 8 രൂപയോളം കിട്ടുകയാണെങ്കിൽ അവൻ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ഡീസൽ ആണെങ്കിൽ 10 രൂപ 68 പൈസ, ഏകദേശം 11 രൂപയോളം ഡിഫറൻസ് ഉണ്ട്. ഇത്തരത്തിൽ ആളുകൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി അടിച്ചുകൂടെ? അല്ലെങ്കിൽ ആ ട്രാവൽ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യുന്നത് മറ്റു സംസ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ബോർഡറിൽ, കേരളത്തിന്റെ ബോർഡറിലുള്ള പല പെട്രോൾ പമ്പുകളും ഇന്ന് പൂട്ടി ഒരു വ്യക്തമായിട്ട് ഒരു ബിസിനസ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത്തരത്തിൽ പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതോടൊപ്പം ഗവൺമെന്റിന് പ്രത്യേകിച്ച് യാതൊരുവിധ ലാഭവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പരിഷ്കാരങ്ങൾ ഗവൺമെന്റ് പുനഃപരിശോധിക്കുമെന്നും അത് തിരുത്തുമെന്നും വിചാരിക്കുന്നു. ബൈ.